പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സ്റ്റെഫനി വേക്കർ എന്ന് പറയുന്ന റെസ്ലറിനെ WWE സൈൻ ചെയ്ത വാർത്തയെ സംബന്ധിച്ചും രണ്ടാമത്തേത് NXTയിലേക്ക് TNA റെസ്ലിംഗിലെ സൂപ്പർ സ്റ്റാർസ് വന്നതിനെ സംബന്ധിച്ചും മൂന്നാമത്തെ അപ്ഡേറ്റ് ജോൺസന വേഴ്സസ് റാൻഡി ഓർട്ടൻ തമ്മിലുള്ള ആ ഒരു ഡ്രീം മാച്ച് ഒരിക്കൽ കൂടി നടക്കാൻ സാധ്യത ഉണ്ട്. അവസാനത്തേത് AJ സ്റ്റൈൽസിൻ്റെ ഒരു അപ്ഡേറ്റ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ AJ സ്റ്റൈൽസ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. തുടർച്ചയായി 2 മത്സരങ്ങൾ കോഡി റോഡ്സിനോട് പരാജയപ്പെട്ടതിന് ശേഷം AJ സ്റ്റൈൽസിനെ പിന്നീട് നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചിരുന്നില്ല. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലും AJ സ്റ്റൈൽസിന് മത്സരം ഉണ്ടായിരുന്നില്ല. AJ സ്റ്റൈൽസിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് AJ സ്റ്റൈൽസ് ഇപ്പോൾ ജപ്പാനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജപ്പാനിൽ പ്രോ റെസ്ലിംഗ് നോഹ എന്ന് പറയുന്ന കമ്പനിയിലെ സൂപ്പർ റെസ്ലറായ മരിഫ്യൂജി എന്ന റെസ്ലറിനെതിരെ ഒരു ഡ്രീം മാച്ച് കളിക്കുന്നതിൻ്റെ ഭാഗമായി AJ സ്റ്റൈൽസ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. AJ സ്റ്റൈൽസ് മാത്രമല്ല TNA റെസ്ലിംഗിൽ നിന്ന് ജോർദാൻ ഗ്രേസ് എന്ന് പറയുന്ന TNA നോക്കൗട്ട്സ് ചാമ്പ്യനും AJ സ്റ്റൈൽസിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജോർദാൻ ഗ്രേസ് തന്നെയാണ് ഈ ഒരു പിക്ചർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ AJ സ്റ്റൈൽസ് WWE ഭാഗത്ത് നിന്ന് WWE പ്രോ റെസ്ലിംഗ് നോഹയും കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ഡീലായതുകൊണ്ടാണ് AJ സ്റ്റൈൽസ് അവിടെ പോയി പങ്കെടുക്കുന്നത്. താരം ഇപ്പോഴും WWE കോൺട്രാക്റ്റുള്ള റെസ്ലർ തന്നെയാണ്. ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം തിരികെ AJ സ്റ്റൈൽസ് സ്മാക്ഡൗണിലേക്ക് വരികയും പഴയ പോലെ സ്റ്റോറി ലൈൻ ചെയ്യുകയും ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് TNA റെസ്ലിംഗിൽ നിന്നുള്ള താരങ്ങൾ ഇന്നലെ കഴിഞ്ഞ WWE NXTയുടെ വീക്ക്ലി എപ്പിസോഡിൽ അപ്പിയർ ചെയ്തതിനെ സംബന്ധിച്ചാണ്. TNA റെസ്ലിംഗിലെ ടാഗ് ടീമായ റാസ്കൽസ് എന്ന ടീം അവരുടെ TNAയുടെ ഒരു പാർട്ണറായിരുന്ന വെസ്ലി എന്ന അംഗത്തിൻ്റെ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായി ഇന്നലെ ഒരു സർപ്രൈസ് അപ്പിയറൻസ് നടത്തുകയുണ്ടായി. ഈ മൂവരും തമ്മിലുള്ള ഒരു ഹഗ് ചെയ്യുന്ന മൊമെൻ്റൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിന്ന് അടുത്ത NXT വീക്ക്ലി എപ്പിസോഡിലേക്ക് ഗാലസിനെതിരെ ഈ റാസ്കൽസ് എന്ന ഫാക്ഷൻ ഒരു 6-man ടാഗ് ടീം മത്സരം കളിക്കുന്ന ഒരു മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിക് വില്യംസിൻ്റെ ടാഗ് ടീം പാർട്ണറായിക്കൊണ്ട്, അതായത് സർപ്രൈസ് പാർട്ണറായിക്കൊണ്ട് ജോ ഹെൻറിയുടെ ഒരു അപ്പിയറൻസും മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു. ജോ ഹെൻറി അപ്പിയർ ചെയ്യുന്നതിൻ്റെ സൂചനകൾ അവർ ഹീറ്റ് വേവ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലും ഈ NXT വീക്ക്ലി എപ്പിസോഡിൻ്റെ തുടക്കത്തിലും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പിയറൻസ് വലിയൊരു സർപ്രൈസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ജോ ഹെൻറി എന്ന TNAയിൽ നിന്നുള്ള റെസ്ലറിന് ഇത്രയും പരിഗണന കൊടുക്കുന്നത് അത് വലിയ കൗതുകമുള്ള ഒരു കാര്യമാണ്. TNAയിൽ ഇപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസ്ലറാണ് ജോ ഹെൻറി. ഭാവി TNAയുടെ വേൾഡ് ചാമ്പ്യൻ ആണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ നിസ്സംശയം പറയാനും സാധിക്കും. ജോ ഹെൻറി വരുന്നു, ട്രിക് വില്യംസിൻ്റെ ടീം വിജയിക്കുന്നു. അതും ജോ ഹെൻറി NXTയിലെ ഒരു താരത്തിനെ പിൻ ചെയ്തിട്ടാണ് ടീമിനെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും NXT വീക്ക്ലി എപ്പിസോഡ് മികച്ച രീതിയിൽ മാറുന്നുണ്ട്. കൂടാതെ TNAയുടെ ഇമ്പാക്റ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിലേക്ക് NXTയിൽ നിന്നുള്ള കെംസി എന്ന ഒരു റെസ്ലർ പങ്കെടുക്കുന്നു, അവർ ഒരു മത്സരം കളിക്കുന്നു എന്നുള്ളതും ഈ ഒരു ആഴ്ചയിലേക്ക് TNA റെസ്ലിംഗും കൺഫേം ചെയ്തിട്ടുണ്ട്. NXTയും TNAയും ഒരുമിച്ച് പോകുന്നത് 2 കമ്പനിക്കും ഗുണമാണെന്നാണ് അറിയാൻ സാധിച്ചത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഫിൻ ബെലറിനെ സംബന്ധിച്ചാണ്. ഫിൻ ബെലർ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഫിൻ ബെലറിനോട് ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഡീമൺ കിങ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറച്ച് വർഷങ്ങളായി കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫിൻ ബെലർ പറയുന്നുണ്ട്, ഡീമൺ കിങ്ങിനെ കഴിഞ്ഞ കുറച്ച് വർഷമായി യൂട്ടിലൈസ് ചെയ്ത രീതി ശരിയായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഡീമൺ കിങ്ങിൻ്റെ ആവശ്യം നിലവിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. കൂടാതെ ഡീമൺ കിങ്ങിനെ ഒരു ഫേസ് ക്യാരക്ടറായിട്ടും ഫിൻ ബെലറിനെ ഒരു ഹീൽ ക്യാരക്ടറായിട്ടും കൊണ്ടുപോകാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അത്രയും ആവശ്യമുള്ള, അത്രയും വലിയ ഒരു വില്ലൻ തൻ്റെ എതിരെ നിൽക്കുമ്പോൾ മാത്രമാണ് ഡീമൺ കിങ് എന്ന ക്യാരക്ടറിനെ കൊണ്ടുവരേണ്ടതുള്ളൂ. അതുവരെ കൊണ്ടുവരുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല എന്നുള്ളതും ഫിൻ ബെലർ വെളിപ്പെടുത്തുകയുണ്ടായി. കൂടാതെ ഫിൻ ബെലറിൻ്റെ ഭാവിയിൽ ആരെ നേരിടാൻ താല്പര്യമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നിലവിൽ റോയൽ ഡെബ്യൂ ചെയ്തിട്ടുള്ള ബോ ഡാലസ് അഥവാ അങ്കിൾ ഹൗഡി നേതൃത്വം കൊടുക്കുന്ന വൈറ്റ് സിക്സിനെതിരെയുള്ള ഒരു സ്റ്റോറി ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ളതും ഫിൻ ബെലർ അറിയിക്കുകയുണ്ടായി. വൈറ്റ് സിക്സിനെതിരെ സ്റ്റോറി ചെയ്യുമ്പോൾ മികച്ചതായി പുതിയ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഫിൻ ബെലർ കൂട്ടിച്ചേർത്തു. ഫിൻ ബെലർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുവെച്ച മറ്റൊരു ഹ്യൂജ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ WWE ഫിൻ ബെലർ കോൺട്രാക്റ്റ് പുതുക്കിയത് കഴിഞ്ഞ കുറച്ച് മാസം മുൻപ് നമ്മൾ പങ്കുവെച്ച ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ആ ഒരു കോൺട്രാക്റ്റ് പ്രകാരം 5 വർഷം ഇനി തുടർച്ചയായി ഫിൻ ബെലർ WWE തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതും ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഫിൻ ബെലറിന് ഈ ഒരു 5 വർഷത്തെ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാനും സാധ്യതകൾ ഏറെയാണ്. അതിൻ്റെ സൂചനയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഫിൻ ബെലറിന് ഈ ഒരു 5 വർഷത്തെ കോൺട്രാക്റ്റ് കഴിയുമ്പോഴേക്കും ഏകദേശം പ്രായമാകും. അപ്പോൾ ഫിൻ ബെലറിൻ്റെ ഒരു റിട്ടയർമെൻറ്റിനോട് അനുബന്ധിച്ചുള്ള ലാസ്റ്റ് കോൺട്രാക്റ്റ് ആയിരിക്കും മിക്കവാറും ഈ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നും
തോന്നുന്നു. നാലാമത്തെ അപ്ഡേറ്റ് ജോൺസിനയെ സംബന്ധിച്ചുള്ള ഒരു ന്യൂസാണ്. ജോൺസിനയെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് ജോൺസിനയുടെ റസൽമേനിയ 41 എതിരാളി ആരായിരിക്കും എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് ടൂറാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. റോയൽ റംബിളിലും എലിമിനേഷൻ ചേംബറിലുമൊക്കെ ജോൺസിന പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും റസൽമേനിയ എതിരാളിയെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിലവിലൊരു ബെറ്റിംഗ് സൈറ്റ് ഒരു ഫേവറേറ്റ് റെസ്ലറായിട്ട് ഇപ്പോൾ കാണിക്കുന്നത് റാൻഡി ഓർട്ടനെയാണ്. അതായത് ജോൺസിന വേഴ്സസ് റാൻഡി ഓർട്ടൻ തമ്മിലുള്ള എക്കാലത്തെയും മികച്ച ഡ്രീം മാച്ചുകളിൽ ഒന്നായ ഒരു എൽ ക്ലാസിക്കോ എന്ന് WWE കുറേയധികം ആരാധകർ കാണുന്ന രീതിയിലുള്ള ഒരു മത്സരം അത് റസൽമേനിയ 41 നടന്നേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ഇനിയും മാസങ്ങൾ അവശേഷിക്കുന്ന ഒരു റസൽമേനിയ 41 സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതിൽ ഇനി ഓരോ ദിവസം കഴിയുന്തോറും അപ്ഡേറ്റുകൾ മാറി വരാം. റാൻഡി ഓർട്ടന് പകരം മറ്റ് സൂപ്പർ സ്റ്റാർസും വരാം. പക്ഷേ നിലവിൽ റാൻഡി ഓർട്ടൻ വേഴ്സസ് ജോൺസിന തമ്മിലുള്ള ഒരു മത്സരത്തിനാണ് സാധ്യത എന്നാണ് അവർ പറയുന്നത്. ആ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നോ അതിൻ്റെ പ്രൊഡിക്ഷനോ മറ്റ് ഡീറ്റെയിൽസോ അവർ പങ്കുവെക്കുന്നില്ല. ഈ ഒരു മാച്ച് നടക്കാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ജോൺസിന വേഴ്സസ് റാൻഡി തമ്മിലുള്ള ഒരു മത്സരം റസൽമേനിയ 41 നടക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് നിലവിൽ NXT ബ്രാൻഡിലേക്ക് WWE സൈൻ ചെയ്തിട്ടുള്ള സ്റ്റെഫിനി വേക്കർ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. എന്തിനാണ് ഇത്രയും വലിയൊരു പ്രസക്തി ഈ ഒരു ന്യൂസിന് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഫോർബിഡൻ ഡോർ എന്ന AEW ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് സംയുക്തമായി നടത്തിയ കഴിഞ്ഞ പേപ്പർ വ്യൂവിന് ശേഷം സ്റ്റെഫിനി വേക്കറിന് റെസ്ലിംഗ് ലോകത്ത് നിന്ന് വലിയൊരു ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചിരുന്നു. സാഷ ബാങ്ക്സ് അഥവാ മെഴ്സിഡീസ് മണിക്കെതിരെയാണ് സ്റ്റെഫിനി വേക്കർ ആ താരത്തിൻ്റെ ന്യൂ ജപ്പാൻ സ്ട്രോങ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്തത്. ഇതൊരു ടൈറ്റിൽ വേഴ്സസ് ടൈറ്റിൽ മത്സരമായിരുന്നു. മത്സരത്തിൽ സാഷ ബാങ്ക്സിനെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് സ്റ്റെഫിനി വേക്കറിൻ്റെ ഒരു ഒറ്റയാൾ പ്രകടനമാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. മത്സരം ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് ലൈവായി കാണാൻ സാധിച്ചിരുന്നു. ക്രൗഡും നല്ല രീതിയിൽ സ്റ്റെഫിനി വേക്കറിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ സ്റ്റെഫിനി വേക്കറിനേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള റെസ്ലറാണ് മെഴ്സിഡീസ് മണി എന്നുള്ളത് കൊണ്ട് തന്നെ സ്ക്രിപ്റ്റിൽ മെഴ്സിഡീസിനെ വിജയിപ്പിക്കാനാണ് അവർ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ മത്സരത്തിനിടയിൽ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റെഫിനി വേക്കറിനെ AEW പൂർണ്ണമായും വിജയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു. എന്തായാലും സ്റ്റെഫിനി വേക്കർ അതിൽ പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിലും കയ്യടികൾ കിട്ടിയത് സ്റ്റെഫിനി വേക്കറിനായിരുന്നു. അതിനുശേഷം AEW താരത്തിനെ AEWൻ്റെ മാത്രം കോൺട്രാക്റ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. WWE ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രിയോട് കൂടി സ്റ്റെഫിനി വേക്കർ CMLL എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയിൽ നിന്നും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ കോൺട്രാക്റ്റിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നുള്ളൊരു വാർത്ത ഔദ്യോഗികമായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇതാ NXTയുടെ ഏറ്റവും ഹെഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ഷോൺ മൈക്കിൾസ് സ്റ്റെഫിനി വേക്കറിനെ WWE സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും പങ്കുവെക്കുന്നു. ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പ്രതികരണം സ്റ്റെഫിനി വേക്കർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ AEW സൈൻ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നതിന് മുൻപ് തന്നെ മികച്ച യുവതാരങ്ങളിൽ ഒരാളായ സ്റ്റെഫിനി വേക്കറിനെ WWE കൂടാരത്തിലേക്ക് ഷോൺ മൈക്കിൾസ് എത്തിച്ചിരിക്കുന്നു. സ്റ്റെഫിനി വേക്കർ അങ്ങനെ വെറുതെ വരികയല്ല. നിലവിൽ CMLL എന്ന് പറയുന്ന കമ്പനിയിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പൊക്കെ താരത്തിന് ഉണ്ടായിരുന്നു. അതെല്ലാം വെക്കേറ്റ് ചെയ്തുകൊണ്ട് സ്ട്രിപ്പ് ചെയ്തുകൊണ്ടാണ് താരം WWE NXT ബ്രാൻഡിൻ്റെ ഭാഗം ആകുന്നത്. ഇനി കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സ്റ്റെഫിനി വേക്കറിനെ NXTയിൽ പുതിയ സ്റ്റോറി ലൈനിലൂടെ പുതിയ ക്യാരക്ടറിലൂടെ കാണാൻ സാധിച്ചേക്കാം. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.